ബൽക്കിസ് ബാനു കേസിലെ സുപ്രീം കോടതി വിധി ഇന്ത്യയിൽ ജനാധിപത്യ സംവിധാനം നീതിപൂർവ്വം പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രതീക്ഷ നൽകുന്നതാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച സംഭവം രാജ്യത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് തീർച്ചയായും ഈ കേസിൽ ഒതുങ്ങൂല. അതിൻ്റെ പ്രതീക്ഷ നീതി പുലരും. നീതിയാണല്ലോ കിട്ടേണ്ടത്, അല്ലാതെ ചെയ്ത ആളെ നോക്കിയിട്ടല്ലല്ലോ, ചെയ്ത വിഭാഗമോ അല്ലെങ്കിൽ കാര്യങ്ങളോ നോക്കിയിട്ടല്ലല്ലോ നീതി നടപ്പിലാക്കേണ്ടത്. അപ്പോൾ കോടതി ഈ നൽകിയിരിക്കുന്ന ഓർഡർ തീർച്ചയായും ഇന്ത്യൻ ജനതയ്ക്ക് പ്രതീക്ഷ ഉണർത്തുന്ന ഒന്നാണ്. പിന്നെ ഇന്ത്യയിൽ ഗുജറാത്ത് ഗവൺമെൻറ്റൊക്കെ എത്ര പക്ഷപാതപരമായിട്ടാണ്, ഏകപക്ഷീയവും പക്ഷപാതപരമായും ആയിട്ടാണ് ആ സംസ്ഥാനത്ത് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് കോടതി ഇന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഈ കേസിലെ വിധി വ്യക്തമാക്കുന്നത്. ചില സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. നിഷ്പക്ഷമായി നടക്കേണ്ട നീതിന്യായ വ്യവസ്ഥിതിയെ അവർ ഒരു കൂട്ടിലാക്കി വെച്ചിരിക്കുകയാണ്. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടും ഗുജറാത്ത് സർക്കാർ പ്രതികളെ ന്യായീകരിച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ശിക്ഷ ഇളവ് നേടിക്കൊടുക്കുകയായിരുന്നു. ഇന്ത്യയിലെ ചില സർക്കാരുകൾ പക്ഷപാതപരമായാണ് കാര്യങ്ങൾ ഇപ്രകാരം ചെയ്യുന്നതിന് തെളിവാണെന്നു ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധി. ഇന്ത്യയുടെ ഹൃദയം വേദനിപ്പിച്ച കേസിൽ സുപ്രീം കോടതി വാസ്തവം തിരിച്ചറിഞ്ഞിരിക്കുന്നും തെറ്റിദ്ധരുത്തിയെന്നും ആശാവഹമാണ്. ചില സംസ്ഥാന സർക്കാർ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നില്ലെന്നാണ് തിരുത്തിയ വിധി വ്യക്തമാക്കുന്നത്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടതിന്റെ ആവശ്യകതയാണ് ബോധ്യമാകുന്നത്. BJP തുടർച്ചയായി ഭരണത്തിൽ ഏറിയാൽ കാര്യങ്ങൾ ഏകപക്ഷീയമാകും. രാജ്യത്തെ പ്രതിപക്ഷ മുന്നേറ്റത്തിന് ബൽക്കിസ് ബാനു വിധി കാരണമാകും. ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി പൊരുതുവാനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിസന്ധികൾ തരണം ചെയ്ത് സീറ്റ് ചർച്ചയിലേക്കും മറ്റും കടന്നിരുന്നെന്നാണ് റിപ്പോർട്ടുകൾ. ഈ കൂട്ടായ്മ നല്ല നിലയിൽ പ്രവർത്തിക്കുമെന്നും ഇന്ത്യയിൽ ജനാധിപത്യം ശക്തിപ്പെടുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വൈകിയെന്ന് തോന്നുന്നില്ല. പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെതിരെ നിരന്തരമായ പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ട്. മുസ്ലിം ലീഗും യൂത്ത് ലീഗും MSFും കേരള സർക്കാരിന്റെ ദുർഭരണത്തിനും കേന്ദ്ര സർക്കാരിന്റെ വിഭാഗീയതയ്ക്കുമെതിരെ നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം പാർട്ടി കൂടിയാലോചന നടത്തുമെന്നും കൃത്യസമയത്ത് തീരുമാനമുണ്ടാകുമെന്നും കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. മലപ്പുറത്തിന്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് പരിശുദ്ധിയുടെ തങ്കത്തിളക്കം നൽകി 22ാം വാർഷികത്തിലേക്ക് കടക്കുന്ന സഹാറ ഗോൾഡൻ ഡയമണ്ട്. ഏറ്റവും പുതിയ മോഡലിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, ആന്റിക് ബ്രൈഡൽ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ കൂടാതെ 18 കാരറ്റ് ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷൻസ്. വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം, വിശാലമായ പാർക്കിംഗ് സൗകര്യം. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.